ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. തന്റെ പേരിൽ നടപടിയെടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സമാധാനം എനിക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇപ്പൊ എന്റെ നേർക്കാണല്ലോ താൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പറയണം മിസ്റ്റർ അമർനാഥ്. എന്ത് പറഞ്ഞാലും ആ തലയിലിപ്പ് കയറില്ല. കാരണം സ്വന്തം നാവും മറ്റാരുടെയോ ബുദ്ധിയുമാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം മതി. അകത്തായാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ. അവന്റെ മരണം വേദനിപ്പിച്ച ഏതെങ്കിലും നായ്ക്കളുടെ കുറയാണ് സാറിനെ വിഷമിപ്പിക്കുന്നതെങ്കിൽ മിസ്റ്റർ അമർനാഥ് മൈൻഡ് യുവർ വേർഡ്സ്. അല്ലെങ്കിൽ എന്റെ പദവി, അഭിമാനം, കുടുംബത്തിന്റെ സൽപ്പേര് ഇതെല്ലാമാണ് നിങ്ങൾ കൊണ്ടാടുന്നത്. താനും വായിച്ചില്ലോ പത്രത്തിലെ വാർത്ത. എന്റെ സഹോദരി, എന്റെ ചങ്കാവള്, അവളെ കുറിച്ച് നിങ്ങൾക്ക് നോവും. കാരണം സ്നേഹത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ച മഹാനാണല്ലോ നിങ്ങൾ. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ മനസ്സാവരിച്ച അശ്വതി എന്ന പാവം പെൺകുട്ടിയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ മരവിച്ച് കിടക്കില്ലായിരുന്നു. അധികാരം വെട്ടിപ്പിടിക്കാനുള്ള പടയോട്ടത്തിനിടയ്ക്ക് നിങ്ങൾ ചവിട്ടിത്താഴ്ത്തിയ ആ പാവം പെണ്ണിന്റെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നാളെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവളൊരു തടസ്സമായി നിന്നാൽ അതുകൊണ്ട് തന്നെ അവളുടെ കഴുത്ത് തിരിച്ച് കൊല്ലാനും നിങ്ങൾ മടിക്കില്ല. ബിക്കോസ് യു ആർ എ ഫാനാറ്റിക്, ഒരു വർഗീയവാദി. അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന് കരുതിയിട്ടാണെങ്കിൽ വേണ്ട. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ഒരു ചോരക്കളമാക്കി മാറ്റാൻ പ്രവർത്തിച്ച ഒരു തേർഡ് റേറ്റ് കൊണ്ടയുടെ അടി ചുമ്മാ കൈയും കെട്ടി നിന്ന് വാങ്ങാൻ പാകത്തിന് ഒരു നട്ടലില്ലാത്ത തന്തയ്ക്ക് പിറന്നവനാണ് അമർനാഥൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ നോ. ആ ദേശദ്രോഹികളെ പുറത്തു കൊണ്ടുവിടാൻ ഉത്തരവിട്ട ഈ നാവ് പിഴുതെടുത്ത് ഉടുമുണ്ടൂരിയെറിഞ്ഞ് കയ്യാമും വെച്ച് പരസ്യമായി നടുറോട്ടിലൂടെ നടത്തിക്കൊണ്ടുപോയാൽ ഇൻസ്പെക്ടർ അമർനാഥിന്റെ ഒരു രോമം പോലും പിഴുതെറിയാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് നോ സോളിഡ് എവിഡൻസ് അഗൈൻസ്റ്റ് യു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീം, പിന്നെ ഞാൻ വൈകില്ല. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എന്റെ യൂണിഫോം തിരിച്ചു വാങ്ങാനുള്ള ആണും പെണ്ണും കെട്ട കളി നിങ്ങൾ കളിച്ചില്ല എങ്കിൽ അമർനാഥ്, ആ പറഞ്ഞ ആണും പെണ്ണും കെട്ട കളി കളിച്ചാൽ താൻ രക്ഷപ്പെടുമെങ്കിൽ ഞാൻ കളിക്കുകയാണ്. പ്ലീസ് ടെൻഡർ യുവർ റെസിഗ്നേഷൻ ലെറ്റർ. കുറ്റം മുഴുവൻ എന്റെ തലയിൽ ചുമത്തി വെച്ചിട്ട് പോകണമെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. ഒന്ന് മനസ്സിലാക്കണം, ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിച്ചിട്ടും തന്റെ ശരീരത്തിൽ നിന്ന് യൂണിഫോം പോകാതിരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിരുന്നുകൊണ്ടാണെന്നെങ്കിലും താനും തന്റെ അച്ഛനെ പോലെ തെരുവിൽ കിടന്ന് മരിക്കാതിരിക്കാൻ, തന്നെ വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുത്തു എന്ന ശാപയിൽ തലയിൽ വീഴാതിരിക്കാൻ യെസ്, ഞാൻ ആണും പെണ്ണും കെട്ട കളി കളിച്ചു. അധികാരം വെട്ടിപ്പിടിക്കാനുള്ള പടയോട്ടത്തിൽ ചവിട്ടിത്തള്ളി ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ വില എനിക്കറിയില്ല താൻ പറഞ്ഞില്ലേ? തനിക്കറിയോ, അശ്വതി മേനോൻ എന്ന ഹിന്ദു യുവതിയെ പരസ്യമായി താലികെട്ടാൻ ക്ഷണക്കത്ത് വരെ കൊടുത്തവനാ ഞാൻ. പക്ഷെ തടഞ്ഞു താനീ പറയുന്ന വർഗീയവാദികളും രാഷ്ട്രീയ പ്രഭുക്കന്മാരും. കതിർമണ്ഡപത്തിലേക്ക് കാലുകുത്താൻ കാത്തിരുന്ന അവളുടെ മുന്നിൽ വിവാഹത്തിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത് അച്ഛന്റെ ശവശരീരം കുളിപ്പിച്ച് കിടത്തിയപ്പോൾ തകർന്നത് 2 ജീവിതങ്ങളാ. പിന്നെന്താ താൻ പറഞ്ഞത്? ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ചോരക്കളമാക്കാൻ ശ്രമിച്ച തേർഡ് റേറ്റ് ഗുണ്ട. ആ തേർഡ് റേറ്റ് ഗുണ്ട GK കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്ത ദിവസം അനുഭവിച്ച നെഞ്ചരിച്ചിൽ താണെന്ന് അറിയണം. 24 മണിക്കൂറിനുള്ളിൽ അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ആദ്യം തെറിക്കുന്ന തല തന്റേതായിരിക്കുമെന്ന് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. തന്നെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു നിമിഷം ഞാൻ മന്ത്രി അല്ലാതായടോ, വെറും മനുഷ്യനായിപ്പോയി. തൽക്കാലം അവരെ പുറത്തുവിടാൻ പറഞ്ഞ് തന്റെ തല സംരക്ഷിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നടന്ന സംഭവങ്ങളുടെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല അമർനാഥ്, എനിക്കറിയില്ല. എല്ലാം ഒന്ന് തുറന്നു പറയാൻ, തന്നെ ഒന്ന് അടുത്ത് കിട്ടാൻ ഒരുപാട് ശ്രമിച്ചതാ ഞാൻ. പക്ഷെ അപ്പോഴേക്കും താൻ ഒരുപാട് അകന്നു, ഒരുപാട്. നോക്ക്, വിദേശ ശക്തികളുടെ സഹായത്തോടെ മതമൗലികവാദികളും ഭീകരപ്രവർത്തകരും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോയും റോയും ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പിയാണത്. ജീർണിച്ച രാഷ്ട്രീയ മത്സരം ഈ ഫയലുകൾ തുറന്നു നോക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല. ആസാമും പഞ്ചാബും കാശ്മീരും മാത്രമല്ല, ഈ സംസ്ഥാനവും തകർത്ത് കളയാനുള്ള ആയുധങ്ങളും അക്രമിപ്പടയും നമ്മുടെ തീരപ്രദേശം വഴി കടന്നു വരുന്നുണ്ടെന്നാണ് സൂചന. അതൊക്കെ കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ തനിക്കോ ഒരു മന്ത്രിയായ എനിക്കോ അത്ര എളുപ്പമാണോ അമർനാഥ്? ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്ക് തന്നെ ഞാൻ... സോറി സർ. എട്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എന്റെ അച്ഛൻ നഷ്ടപ്പെടുന്നത്. ഞാൻ ശരിക്കും കണ്ടിട്ടില്ല.
തിരക്കായിരുന്നു എപ്പോഴും. വാശിയോടെ ഞാൻ ഉറക്കം വിളിച്ച് കാത്തു നിൽക്കുന്നത് കാണാൻ. ഞാൻ തോൽക്കും, അച്ഛനെ തോൽപ്പിക്കും. വീണ്ടും പുലരിന് മുമ്പ് വാശിയോടെ ഞാൻ ഉണരും. അപ്പോഴും ഞാൻ തോൽക്കും. പിന്നെ കിട്ടി എനിക്ക് മാത്രമായിട്ട്, എന്റെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്റെ അച്ഛനെ കത്തിക്കരഞ്ഞ വികൃതമായി. എന്റെ അമ്മ ഇപ്പോഴും പറയും, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ അച്ഛൻ എന്റെ നെറ്റിയിൽ ഒരുപാട് മറന്നിട്ടുണ്ട്. പിന്നെ കാത്തിരിക്കാൻ ആരുമില്ലാതായപ്പോ അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ആ കഥകൾ കേട്ട് ഞാൻ കോരിത്തരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും, ആ അച്ഛനെ പോലെ പൊരുകാൻ, ആ അച്ഛനെ പോലെ മരിക്കാൻ, അമർന്ന ആ അച്ഛനെ പോലെ മരിക്കാൻ എന്നെ അനുവദിക്കണം സർ. പ്ലീസ്. എനിക്ക് തെറ്റിയിടൂ. തന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ആത്മവിശ്വാസത്തോടെയാ തനിക്ക് ഞാൻ ഈ ഫയലുകൾ തന്നത്. ഇത് വെച്ച് തനിക്ക് എവിടെ കയറിയും പരിശോധിക്കാം, എന്ത് നടപടിയും സ്വീകരിക്കാം. ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീമായി പറയുന്നത് ആരും തന്നെ തടയില്ല. ക്യാരി ഓൺ. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ചോദ്യം ഉത്തരവൊന്നും വേണ്ട. തൽക്കാലം മാഡം വണ്ടിയിലോട്ട് കയറണം. എന്ന് പറഞ്ഞ എനിക്ക് കാര്യം അറിയണം. സോറി. ക്ഷമിക്കണം മിസ് അശ്വതി മേനൻ. ഒരു സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ നിങ്ങളോട് ഞാൻ കാണിച്ചത് അനീതിയാണെന്ന് എനിക്കറിയാം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷേ വേണ്ടി വന്നു. നോ, ഇത് ഗുണ്ടായിസമാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും. പ്രതികരിച്ചോളൂ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. കേട്ടേ പറ്റൂ. 2 വർഷം മുമ്പ് കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അതിന് അദ്ദേഹം ചെയ്ത കുറ്റം, വധിക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് സ്ഫോടക വസ്തുക്കളുമായി തീരത്തണഞ്ഞ ഒരു ബോട്ട് കസ്റ്റഡിയിലെടുത്തു. അതിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ രായ്ക്ക് രാമാനം വെറും ഓലപ്പടക്കങ്ങളാണെന്ന് തെളിയിക്കാൻ അതിന്റെ സൂത്രധാരന്മാർക്ക് കഴിഞ്ഞു. പക്ഷേ രാജശേഖരന്റെ കൊലപാതകയെ അശ്വതി മേനൻ എന്ന അഡ്വക്കേറ്റിന്റെ ബുദ്ധിയും മെടുക്കും കൊണ്ട് കോടതി വെറുതെ വിട്ടു. ആ പ്രതിയുടെ പേരാണ് ആമിർ അലി. ഒരിക്കൽ ഞാൻ ചോദിച്ചു, അന്ന് അവനെ സഹായിക്കാൻ കരുത്തരായ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്ന്. അത് നിങ്ങൾ ഒഴിഞ്ഞു മാറി. എനിക്കറിയാം അങ്ങനെ ആരോ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? ആ പേര് പറയിക്കാൻ ഇങ്ങനെ ഒരു മാർഗം വേണ്ടിയിരുന്നില്ല അമർനാഥ്. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. പഠിച്ച പാഠങ്ങൾ മനഃപ്പാഠമാക്കാൻ പരസ്പരം ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും. ആ അമർനാഥാണോ ഒരു ശത്രുവിനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ? എന്നെ അമർനാഥിന് അറിയില്ലേ? ഒരു ദൗത്യം ഏറ്റെടുത്താണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഞാൻ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വട്ടമെങ്കിലും ജയിക്കാൻ, ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരു കച്ചിത്തിരുമ്പാണ് എനിക്ക് ആ പേര്. പ്ലീസ് പ്ലീസ് ടെൽ മീ. എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ കേസ് വാദിച്ചതിലൂടെ രാജ്യദ്രോഹികളാണ് ഞാൻ രക്ഷിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക, കേസ് ജയിക്കുക, അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രശസ്തി നേടുക, പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ സുഹൃത്ത്, അനുയായി, സന്തത സഹചാരി. അയാൾ വന്ന് കാലു പിടിച്ചപ്പോ ആരാണ്? എന്താ? എന്ത് വേണം? എനിക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. പരിശോധിക്കണം? ഞാൻ ആരാണെന്ന് എനിക്കറിയോ? അറിയാം, മന്ത്രിയാണെന്നറിയാം.
അതുകൊണ്ടാണ് സ്പെഷ്യൽ സാങ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. നോ, തടയരുത്. നടത്തണ്ട സർ. പ്ലീസ്. ഇതെല്ലാം പരിശോധിക്കുന്നതുവരെ നിങ്ങൾ സേഫാണ്. അതിനിടയിൽ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ നാളെ ഇത് പത്രത്തിൽ വാർത്തയാകും. ബി കെയർഫുൾ. क्या नाम था उस कमीने इंस्पेक्टर का? इंस्पेक्टर अमरनाथ. बड़ा कमाल का आदमी है यार. हर हमेशा मेरे को बोलता था ये करेगा वो करेगा. एक मामूली पुलिस इंस्पेक्टर को कुछ नहीं कर सका. अपने आप को इतना बड़ा बादशाह बोलता है. थू! अरे डूब मारो पानी में साला. मिनिस्टर, क्या वादा किया था डॉन बेटों से? क्या वादा किया था तुमने जिंदगी में सिर्फ एक ही बड़ा काम किया. हमारा सीक्रेट का फ्लॉपी डिस्क उस इंस्पेक्टर के हाथ भोंक के. चिल्लाना मत. क्यों नहीं चिल्लाऊं? गया हर साल भोंक के फायदा क्या फायदा? എനിക്കൊരു മുഖ്യമന്ത്രി പദമാണ് ആവശ്യമെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കേണ്ട ആവശ്യം എനിക്കില്ല. പൂമനം കടപ്പുറത്തെ 8 എണ്ണത്തിന് കശാപ്പ് ചെയ്തപ്പോ എന്റെ 16 MLA-മാരെ കൂട്ടി ഒരു രാത്രി പ്രതിപക്ഷമായ ഒരു അലയൻസ്. അത്രയും മതിയായിരുന്നു ജയദേവന് മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ നിങ്ങൾ എന്നെ പറഞ്ഞു. വീണ്ടും കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ലക്ഷങ്ങളുടെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ നിങ്ങൾ ഇവിടെ ഇറക്കി. പഞ്ചാബിലും കാശ്മീരിലും എന്തിന് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വരെ അതിപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. സ്വന്തം നാടിനെ വഞ്ചിച്ച്, എന്നെ വിശ്വസിച്ച് എന്റെ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ നടത്തിയ ക്രൂരമായ ചൂതാട്ടം. ലോക്, ഇപ്പൊ എന്റെ കയ്യിലെ പട്ടത്തിന്റെ ചരടൊന്ന് പാളിയപ്പോ തടി രക്ഷിക്കാനാണ് ഈ ഗർജനമെങ്കിൽ ഇന്റലിജൻസും ഇന്റർപോളും വലവീശിയിരിക്കുന്ന നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും കളിച്ച കളിയൊന്നുമല്ല കളിയെന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെട്ടേണ്ടി വരും. അതുകൊണ്ട് ആ വിരട്ടൊന്നും ഇവിടെ വേണ്ട. भाषण दिया, बहुत बहादुर है ना तू. मैं सुना तेरा भाषण, बहुत खुश हुआ. देख लिया कितना ताकत है तेरे में, समझा? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ നായിന്റെ മോൻ എടുത്തോണ്ട് പോയ ഫ്ലോപ്പി പരിശോധിച്ചാ എല്ലാരും കൊടുങ്ങും. അതിനു മുമ്പ് അവനെ തട്ടിക്കളയാൻ വല്ല മാർഗം ഉണ്ടോന്ന് ആലോചിക്കുക. साला ये खेल ही पूरा डर का है. जहाँ पब्लिक हमारे से डरना बंद कर दिया, हमारा खेल खत्म. अब आगे का खेल देखो, मैं खेलता हूँ. ये दुश्मन का हाथ पैर काट के कुछ नहीं होने वाला. उसका साला गर्दन इच काट डालने का. हाँ, वो गर्दन मैं काटेगा. ഒരു കത്ത് ഇതാ.
പട്ടികയിലാണെന്ന് എനിക്കറിയാം. എങ്കിലും ആവശ്യപ്പെടുകയാണ്, വിരോധമില്ലെങ്കിൽ ഒന്നിന്റെ വീട് വരെ വരാമോ? മന്ത്രിയായിട്ടല്ല, പഴയ അബ്ദുൾ റഹീമായി. പക്ഷെ ചില രഹസ്യങ്ങൾ അത് പറഞ്ഞേ പറ്റൂ എന്ന് സ്വന്തം അശോകി. താൻ പോയി ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. ശരി. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കത്ത് എഴുതാനും ഒരുപാട് തിരക്കുള്ള ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തുവാനും ഞാൻ ആര്? പ്രത്യേകിച്ച് ഒരു ശത്രുവായ ഞാൻ. പ്ലീസ്, അതിലേക്കൊന്നും ഇപ്പൊ കിടക്കണ്ട. വിധി നമ്മെ ഒരുപാട് അകറ്റിയിട്ടുണ്ട്. അതിലൊരു പക്ഷേ നമ്മുടെ ആദർശങ്ങൾക്ക് പങ്കുണ്ടാവാം, ഈ സമൂഹത്തിന് പങ്കുണ്ടാവാം. എന്നിട്ടും ചതിക്കാൻ കരുക്കളൊരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ചിലർ. അതിന്റെ സാക്ഷ്യപത്രമാണ് ഈ കത്ത്. ജീവിച്ചിട്ടില്ല ഞാൻ. ജയിച്ചും തോറ്റും പിടിച്ചിറക്കി ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പടയോട്ടം. തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം മാത്രം. Oh,